ഈ ജലത്തിന്റെ പ്രത്യേകത. അവിടെയാണ് നമ്മൾ ക്ഷേത്രത്തിലേക്ക് വരിക. ഇപ്പൊ ക്ഷേത്രത്തില് ഒരു വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നു. ശില്പി ശില്പം കൊണ്ടുവരുമ്പോൾ അതിന് ജീവനുണ്ടോ? ഇല്ല, ജീവനില്ല. പിന്നെ എങ്ങനെയാണ് അതിന് ജീവൻ കിട്ടുക? ക്ഷേത്രത്തിന്റെ തന്ത്രി ഒരു കലശക്കുടം തന്റെ മുന്നിൽ വെക്കും. കുടത്തിനകത്ത് നിറയെ ജലം കാണും. അതിൽ ദർഭപുല്ല്, മാവില ഇതൊക്കെ ഇടും. ഇതെല്ലാം ഇട്ടതിന് ശേഷം മന്ത്രം ചൊല്ലാൻ തുടങ്ങും. ഈ മന്ത്രം എന്ന് പറയുന്നത് ശബ്ദമാണ്, അല്ലെ? ശബ്ദം എന്ന് പറഞ്ഞാൽ ഊർജമാണോ? അല്ലെ? സൗണ്ട് എനർജി കേട്ടിട്ടില്ലേ? ഇപ്പൊ ഇവിടെ ഇരുന്ന് എനിക്ക് ഊർജം, രാവിലെ ഇപ്പൊ ദോശയൊക്കെ കഴിച്ചിട്ട് വന്നുകൊണ്ടാണ് ഇവിടെ ഇരുന്ന് പറയാൻ സാധിക്കുന്നത്, അല്ലെ? ഞാൻ കഴിച്ച ആഹാരത്തിൽ നിന്നാണ് എനിക്ക് ഊർജം കിട്ടുന്നത്. ശബ്ദം എന്ന് പറയുന്നത് എന്താണ്? ഒരു ഊർജമാണ്. വെളിച്ചം ഒരു ഊർജമല്ലേ? പ്രകാശം, ലൈറ്റ് ഇസ് ഓൾസോ എ സോഴ്സ് ഓഫ് എനർജി, അല്ലെ? അപ്പം ഇങ്ങനെ ഇതെല്ലാം എനർജിയുടെ വിവിധ രൂപങ്ങളാണ്. അപ്പൊ നമുക്കറിയാം വൈദ്യുതി എന്ന് പറയുന്ന ഒന്നുണ്ട്. പക്ഷെ അത് ഫാനിൽ കൂടി പ്രവേശിക്കുമ്പം ഒരു തരത്തിൽ പ്രവർത്തിക്കുന്നു, ലൈറ്റിൽ കൂടി പ്രവേശിക്കുമ്പോൾ ഒരു തരത്തിൽ പ്രവർത്തിക്കുന്നു. പക്ഷെ എല്ലാത്തിലും പോകുന്ന ഒന്ന് തന്നെയല്ലേ? കറന്റ് അല്ലേ പാസ് ചെയ്യുന്നത്? അപ്പൊ അതുപോലെ തന്നെയാണ് ഈശ്വര ചൈതന്യവും. അപ്പൊ ഇവിടെ എന്താണ്? ഈ തന്ത്രി മന്ത്രം ചൊല്ലുന്നു. ഈ മന്ത്രത്തിന് ചില പ്രത്യേകതകളുണ്ട്, വാക്കുകൾക്ക് പ്രത്യേകതകളുണ്ട്. പ്രത്യേകിച്ച് സംസ്കൃത മന്ത്രങ്ങളാണെങ്കിൽ അതിന്റെ അക്ഷരങ്ങളുടെ കൂട്ടത്തിന് പ്രത്യേകതയുണ്ട്. കോമ്പിനേഷൻ ഓഫ് ലെറ്റേഴ്സ്, അക്ഷരങ്ങളുടെ കൂട്ട, ര, മ, ഈ രണ്ടക്ഷരങ്ങൾ ചേരുമ്പോൾ നല്ല ചില പോസിറ്റീവ് എനർജി ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ചോദിക്കും ഇത് സത്യമാണോ എന്ന്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ ഒരാളെ കൊരങ്ങ എന്ന് വിളിച്ചാ നിങ്ങൾക്ക് എന്തു തോന്നും? കഴുതേ എന്നൊക്കെ വിളിച്ചാ സന്തോഷമാണോ തോന്നുക? സങ്കടം തോന്നും. വാക്കിന് ശക്തിയുണ്ടോ? എന്റെ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞാലോ നമ്മുടെ മനസ്സിൽ എന്താ തോന്നുക? നല്ല ഒരു ഭാവമാണ് തോന്നുക, അല്ലേ? അപ്പൊ വാക്കിന് ശക്തിയുണ്ട്. അപ്പൊ ഈ തന്ത്രി എന്ത് ചെയ്യും? ഈ കുടത്തിൽ ജലമെടുത്ത് ആ ജലം എടുത്തിട്ട് അതിന് മുന്നിലിരുന്ന് മന്ത്രം ജപിക്കും. മന്ത്രം ജപിക്കുമ്പോൾ ജലത്തിന് ചില പ്രത്യേകതയുണ്ട്. സ്കൂളില് പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ പഠിക്കും. പ്യുവർ സയൻസ് ആണ്. ജലത്തിന് ഇതുപോലുള്ള ഊർജങ്ങളെ അബ്സോർബ് ചെയ്യാൻ, വലിച്ചെടുക്കാനും റിലീസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ജലത്തിലൂടെ കറണ്ട് പാസ് ചെയ്യില്ലേ? ജലത്തിലൂടെ ലൈറ്റ് പാസ് ചെയ്യും, വെളിച്ചം. ജലത്തിലൂടെ സൗണ്ട് പാസ് ചെയ്യും, ശരിയല്ലേ? ഇതെല്ലാം ചെയ്യും. അപ്പൊ എന്താണ്? തന്ത്രി അവിടെ ഇരുന്ന് ജപിക്കുമ്പോൾ ഈ തന്ത്രിയുടെ ശബ്ദത്തിൽ നിന്ന് വരുന്ന ഊർജം ആര് വലിച്ചെടുക്കും? മുന്നിലിരിക്കുന്ന ജലം വലിച്ചെടുക്കും. അപ്പൊ ആ ഊർജം ഏതിനകത്തുണ്ട്? ഈ ജലത്തിനകത്തുണ്ട്, അല്ലെ? ഈ ജലം എന്ത് ചെയ്യും? നേരെ ആ ശിലയിലേക്ക് ഒഴിക്കും. ഒഴിക്കുമ്പോ എന്താണ്? ജലത്തിന് ഈ എനർജിയെ പുറത്തേക്ക് വിടാനുള്ള കഴിവുണ്ട്. ശിലയിലേക്ക് ഈ ഊർജം വരും. അതോടുകൂടി എന്തായി? അതിന് ഊർജം വന്നു. ഊർജം അല്ലേ നമ്മൾ അതിന് പറയുന്ന പേരെന്താണ്? ചൈതന്യം, അല്ലെ? നമ്മൾ പറയുന്ന ഭാഷ അങ്ങനെയാണെന്ന് മാത്രം. അപ്പൊ ആ ശിലയ്ക്ക് ചൈതന്യം വന്നു, ഊർജം വന്നു. നമ്മുടെ ഉള്ളിലും എല്ലാം ഉള്ളത് ഊർജമല്ലേ? ഈ ഊർജം ഉള്ളത് കൊണ്ടാണ് നമ്മൾ നിലനിൽക്കുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ശിലയ്ക്ക് ചൈതന്യം വരുന്നത്. പിന്നീട് എന്ത് ചെയ്യും? ഈ ഊർജത്തിനെ കൂട്ടിക്കൊണ്ടിരിക്കണം. അതുകൊണ്ട് മേൽശാന്തിയും തന്ത്രിയും എല്ലാം നിരന്തരമായിട്ടുള്ള സാധനയിലൂടെ, ജപത്തിലൂടെ ഇതിന്റെ ചൈതന്യത്തെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് തന്ത്രിയും മേൽശാന്തിയും ഒക്കെ സാത്വിക ഭാവമുള്ളവരായിരിക്കണം. ഇപ്പൊ ഞാൻ ഏറ്റുമാനൂരിൽ നിന്നാണ് വരുന്നത്. ഏറ്റുമാനൂര് മേൽശാന്തി 3 വർഷം പുറപ്പെടാ ശാന്തിയാണ്. ഇങ്ങും വേറെ പോകാൻ പാടില്ല. മേൽശാന്തി മഠം ക്ഷേത്രം, മേൽശാന്തി മഠം ക്ഷേത്രം. കാരണം അത്രമാത്രം ചൈതന്യ ലോപം വരാതെ ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റ് സമൂഹവുമായിട്ട് ഒന്നും മേൽശാന്തി ഇടപെടാൻ പാടില്ല. മേൽശാന്തി എന്ത് വേണം? ഭഗവത് കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കണം. അതായത് ഈശ്വരൻ എന്ന് പറയുന്ന ഒന്നേ ഉള്ളെങ്കിലും ദേവൻ എന്ന് പറയുന്നത് പലതുണ്ട്. ദേവന് ശക്തി കൊടുക്കുന്നത് പോലും നമ്മളാണ്.
അപ്പൊ ഒരു ഗ്രാമത്തിന്റെ ക്ഷേത്രം നോക്കിയാൽ അവിടെയുള്ള ആളുകളെ പറയാന്നാണ് പറയുക. ഒരു ഗ്രാമത്തിൽ ഒരു ക്ഷേത്രം ജീർണിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ ആ ഗ്രാമം അഭിവൃദ്ധിപ്പെടില്ല. ഒരു ഗ്രാമം അഭിവൃദ്ധിപ്പെടണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ക്ഷേത്രം അഭിവൃദ്ധിപ്പെടണം. കാരണം എന്താന്ന് വെച്ചാല് ഈ ഊർജം മുഴുവൻ ഈ ശിലയിലേക്ക് ആവാഹിക്കുന്നു. ഈ ശില എന്ത് ചെയ്യും? ഈ ഊർജത്തെ മുഴുവൻ പ്രസരിപ്പിക്കുന്നു. കൂടുതൽ കൂടുതൽ ജപവും പ്രാർത്ഥനയും ഉണ്ടാകും തോറും ശിലയുടെ ശക്തി കൂടും. അത് വിഗ്രഹം ഭഗവാനായിട്ട് മാറി ആ ഊർജം പ്രസരിപ്പിക്കുമ്പോൾ അതെല്ലാവരിലേക്കും പ്രവഹിക്കും. അപ്പൊ ഇതാണ് ക്ഷേത്രത്തിന്റെ അല്ലെങ്കിൽ ആ കലശത്തിന്റെ ജലത്തിന്റെ പ്രാധാന്യം. ഇനി ജലത്തിന് ഇതുപോലെ തന്നെ ശുദ്ധമാക്കാനുള്ള കഴിവുണ്ട്. നമ്മൾ പുണ്യാഹം ജപിക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? പനിനീര് വെച്ചിട്ടാണോ? കരിക്കും വെള്ളം വെച്ചിട്ടാണോ? ആണോ? എന്ത് വെച്ചിട്ടാണ് പുണ്യാഹം ജപിക്കുക? വെള്ളം എടുക്കാൻ നമ്മൾ പറയുന്ന സാധാരണ വെള്ളം വെച്ചിട്ടാണ് അല്ലേ? എന്തുകൊണ്ടാണ്? തിരുമേനി എന്താണ് ചെയ്യുക? നമ്മുടെ വീട്ടില് പുല വന്നു, വാലായ്മ വന്നു. നമ്മൾ പുലയും വാലായ്മയും ഇല്ലാത്ത ആരോടെങ്കിലും പറയും, ഒന്ന് അമ്പലത്തിൽ പോയി പുണ്യാഹം ജപിച്ചിട്ട് വരാം. ഇവിടെ എന്താ പ്രോസസ്സ് നടക്കുക? മേൽശാന്തി ഉടനെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തു വെക്കും, അതിലൊരു ദർഭപ്പുല്ലിടും. ദർഭയ്ക്കൊക്കെ ഒത്തിരി പറയാനുണ്ട് കേട്ടോ കാര്യം, പക്ഷെ അത് പറഞ്ഞാൽ നമുക്കിന്ന് തീരില്ല. ദർഭപ്പുല്ലെടുത്തിട്ട് അവിടെ ഇരുന്ന് മന്ത്രം ജപിക്കും. മന്ത്രം ജപിക്കുമ്പോൾ പഴയ പ്രോസസ്സ് തന്നെയാണ്. മന്ത്രം ജപിക്കുമ്പോൾ ഈ ജലത്തിലേക്ക് പോസിറ്റീവായിട്ടുള്ള വളരെ നല്ല ഊർജം ആ ജലത്തിലേക്ക് വരും. ആ മന്ത്രപൂരിതമായിട്ടുള്ള ജലം നമ്മളുടെ അടുക്കൽ എത്തുമ്പോ എന്ത് ചെയ്യും? നമ്മളത് കുടിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ നെഗറ്റിവിറ്റി മുഴുവൻ മാറി പോസിറ്റിവിറ്റി കൊണ്ട് നിറയും. സിമ്പിൾ ലോജിക്. അപ്പൊ ഒന്ന് ആലോചിക്കുക, നമ്മുടെ ഋഷീശ്വരന്മാർ എത്ര മാത്രം മനസ്സിലാക്കിയിട്ടാണ് ശാസ്ത്രീയമായിട്ടുള്ള അറിവുകൾ വെച്ചിരിക്കുന്നത്. ഇനി ക്ഷേത്രത്തിലെ ആറാട്ട്, ഇവിടെ ആറാട്ടുണ്ടോ? ദേവൻ ആറാട്ട് ആയിട്ടില്ല. അതായത് കൊടിമരങ്ങളൊക്കെയുള്ള വലിയ വലിയ ക്ഷേത്രങ്ങളിൽ ആറാട്ടുണ്ടല്ലോ. ഈ ആറാട്ട് ഒരിക്കലും ക്ഷേത്രത്തിനുള്ളിലെ കോമ്പൗണ്ടിനുള്ളിലെ കുളത്തിലോ കിണറ്റിലോ ആയിരിക്കില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളൊക്കെ ധാരാളം ക്ഷേത്രത്തിലൊക്കെ പോയിട്ടില്ലേ? അവിടുത്തെ ആറാട്ട് എവിടെയാണ്? കുറച്ച് മാറിയില്ലേ? ആ ലൊക്കാലിറ്റിയിലോ ആ ഗ്രാമത്തിനുള്ളിലോ അടുത്ത ഗ്രാമത്തിനുള്ളിലോ ആയിരിക്കും. ഒരിക്കലും ക്ഷേത്രത്തിനുള്ളിലായിരിക്കില്ല അല്ലേ? ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ വർഷത്തിൽ ഒരിക്കൽ ഭഗവാൻ ആ ഗ്രാമത്തിന്റെ ചൈതന്യം പുറത്തു വന്ന് ആ ജലത്തിൽ ആ ഗ്രാമത്തിനുള്ളിൽ തന്നെയുള്ള ഒരു നദിയിലോ കുളത്തിലോ നിക്ഷേപിക്കുകയാണ്. ഭഗവാൻ ആറാടുമല്ലേ? ഭഗവാൻ അതില് ജലത്തിൽ മുങ്ങുമ്പോഴേക്കും ഭഗവാന്റെ ചൈതന്യം അതിൽ മുഴുവൻ സ്പ്രെഡ് ആവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മളും ചാടും. നമ്മളും കൂടെ സ്നാനം ചെയ്യുമ്പോൾ ആ ചൈതന്യം നമ്മളിലേക്കും വരും. ഇനി ദുബായിലുള്ള ആളാണ്, വരാൻ പറ്റിയില്ലെങ്കിലും ഭൂമിക്കടിയിലൂടെ ഈ ചൈതന്യം സസ്യലതാദികളിലും എല്ലാം എത്തുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ വിഷമിക്കണ്ട. നേരെ മറിച്ച് ക്ഷേത്രത്തിനുള്ളിലുള്ള കുളത്തിലോ കിണറ്റിലോ ഒക്കെ ആണ്, കിണറ്റിൽ പറ്റില്ല, കുളത്തിലാണ് ആറാടുന്നതെങ്കിലോ അവിടെ ആർക്ക് മാത്രം കുളിക്കാൻ പറ്റും? തന്ത്രിക്കും മേൽശാന്തിക്കും കീഴ്ശാന്തിക്കും മാത്രം അല്ലേ? അപ്പൊ നോക്കൂ, ആ ഒരു ഗ്രാമത്തിന് മുഴുവൻ ചൈതന്യം വരാൻ ആ ഗ്രാമദേവത ഏത് രീതിയിൽ പെരുമാറുന്നു? ആ വർഷത്തിൽ ഒരിക്കൽ അവിടെ വന്ന് സ്നാനം ചെയ്യുന്നു. ഇത് തന്നെയാണ് കുംഭമേളയുടെ മഹാത്മ്യം. കുംഭമേള എന്ന് കേട്ടിട്ടുണ്ടോ എല്ലാവരും? കുംഭമേള ഭാരതത്തില് 4 സ്ഥലങ്ങളിൽ വെച്ചാണ് നടത്തപ്പെടുന്നത്. ഒന്ന് പ്രയാഗ്രാജ്, കാശിക്കടുത്ത്. ഈ പ്രയാഗ്രാജ് എന്ന് പറഞ്ഞാൽ ഇന്ന് എത്ര പേർക്ക് മനസ്സിലാകും എന്ന് എനിക്കറിയില്ല. അലഹബാദ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. പക്ഷെ ഇതിന്റെ പേര് പുരാണങ്ങളിൽ പ്രയാഗ് എന്നാണ്. പ്രയാഗ് എന്ന് പറഞ്ഞാൽ നദികളുടെ സംഗമം. അവിടെ ത്രിവേണി സംഗമമാണ്. ഗംഗ, യമുന, സരസ്വതി അടിയിൽ കൂടി വരുന്നുണ്ട്. പക്ഷേ നമ്മളുടെ ഒരു സംസ്കാരത്തിനെ നശിപ്പിക്കാനായി ശ്രമിക്കുന്നവർ ആദ്യം ചെയ്യുന്നത് പേര് മാറ്റുക എന്നുള്ളതാണ്. പേര് മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ അസ്തിത്വം തന്നെ ഇല്ലാതെയാവും. കുറെ കഴിയുമ്പോൾ നമ്മൾ തന്നെ മറന്നുപോകും നമ്മൾ ഇന്ന സംസ്കാരത്തിലുള്ളവരാണ്. കുറച്ചു കാലം മുമ്പ് മതം മാറിപ്പോയ ഒരു കുട്ടിയുണ്ട്, ഹാദിയ. നമുക്ക് പോലും ആ കുട്ടിയുടെ ആ ഹിന്ദു മതം അനുസരിച്ച് ജീവിച്ചപ്പോൾ ഉള്ള പേരറിയില്ല. ഇപ്പൊ ഞാൻ ഉൾപ്പെടെയുള്ളവർ ഉദാഹരണം പറയുന്നത് എന്താണ്?
ഹാദിയ എന്നാണ്. അപ്പൊ നമ്മളുടെ വിചാരം എന്താ, ആ കുട്ടിക്കും കേട്ട് 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 താൻ ഒരു ഇസ്ലാം മതത്തിലുള്ളതാണ് വിചാരിക്കും. നമ്മുടെ ഭാരതത്തിൽ എത്രയോ സ്ഥലങ്ങളുടെ പേരാണ് ഇതുപോലെ മാറ്റിയിരിക്കുന്നത് അല്ലെ. ഇപ്പൊ ഇതെല്ലാം തിരിച്ചു കുറേശ്ശെ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പൊ അലഹബാദിന്റെ പേര് തിരിച്ച് പ്രയാഗ്രാജ് എന്നാക്കി. പക്ഷെ ഉണ്ടായിരിക്കുന്ന നഷ്ടം ചെറുതൊന്നും അല്ല. കാരണം ആ പേര് ഇനി നമ്മുടെ ഹൃദയത്തിലേക്ക് വരണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഏതൊരു സംസ്കാരത്തിനെ ഇല്ലാതെയാക്കാനും പുതിയ ഒരു സംസ്കാരം നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കാനും ആദ്യം ചെയ്യുന്നത് പേര് മാറ്റുക എന്നുള്ളതാണ്. അത് വളരെയധികം ശ്രദ്ധിച്ചോണം. അപ്പോൾ ഇവിടെ ഈ കുംഭമേള നടക്കുന്ന 4 സ്ഥലങ്ങൾ, ഒന്ന് ഈ പറയുന്ന പ്രയാഗ്രാജ്, ത്രിവേണി സംഗമം. ഈ 4 സ്ഥലങ്ങളുടെയും പേര് പറയാം. ഈ 4 സ്ഥലങ്ങളും പറയുമ്പോൾ നദിയുടെ പേര് ചേർത്തിട്ടാണ് പറയുന്നത്. ഇപ്പൊ ഇവിടെ പ്രയാഗ്രാജ് ത്രിവേണി സംഗമമാണെന്ന് പറഞ്ഞു. പിന്നെ ഉള്ളത് ഹരിദ്വാറിൽ വെച്ചിട്ടാണ്, ഗംഗയുടെ തീരത്ത്. പിന്നെ ഉള്ളത് ഉജ്ജയിനിയിലെ ക്ഷിപ്ര നദിയുടെ തീരത്ത്. ഉജ്ജയിനി കേട്ടിട്ടില്ലേ? വിക്രമാദിത്യ മഹാരാജാവിന്റെ ആസ്ഥാനം, സന്ദീപനി മുനിയുടെ ആശ്രമം, ഇതൊക്കെ അവിടെയാണ്. പിന്നെ ഉള്ളത് ത്രയംബകേശ്വറിലെ ഗോദാവരി തീരത്ത്, പൂന. അതായത് 12 ജ്യോതിർലിംഗങ്ങളിൽ ഒന്നാണ്. ഈ 4 സ്ഥലങ്ങളിൽ വെച്ചാണ് കുംഭമേള നടക്കുന്നത്. ഈ കുംഭമേളയുടെ പ്രത്യേകത, കുംഭമേള നടക്കുന്ന സമയത്ത് ഭാരത സംസ്കാരം അനുസരിച്ച് ജീവിക്കുന്ന ഋഷീശ്വരന്മാരും തപസ്സികളും ഗുഹകളിൽ നിന്നെല്ലാം, ഹിമാലയത്തിന്റെ മലമടക്കുകളിൽ നിന്നും, രമണാശ്രമത്തിൽ നിന്നും, തിരുവണ്ണാമലയിൽ നിന്നും ഈ കുംഭമേള നടക്കുന്ന സ്ഥലത്തെത്തും. ഇപ്പൊ ഇവരുടെ ഉള്ളിൽ എന്താണ്, അസാമാന്യമായിട്ടുള്ള തേജസ്സും തപശക്തിയും ഉണ്ട്. എത്രയോ കാലത്തെ തപസ് കൊണ്ട് ആർജിച്ച ശക്തിയുണ്ട്. ഈ കുംഭമേളയിൽ ഏറ്റവും പ്രധാനം സ്നാനമാണ്, ഈ നദിയിലുള്ള സ്നാനം. അപ്പൊ ഈ ഋഷീശ്വരന്മാരെല്ലാം ചേർന്ന് തിഥി നോക്കി, നല്ല മുഹൂർത്തം നോക്കി സ്നാനം ചെയ്യും. അപ്പോൾ ഈ കുംഭമേള കൂടാനായി പോയിരിക്കുന്ന എല്ലാവരും എന്ത് ചെയ്യും? കൂടെ സ്നാനം ചെയ്യും. അപ്പോൾ എന്താണ്, ഈ ഋഷീശ്വരന്മാരുടെ ചൈതന്യമെല്ലാം നമ്മുടെ ഉള്ളിലേക്കും പ്രവേശിക്കും. ഈ 4 നദികളും 4 സ്ഥലങ്ങളും എന്തുകൊണ്ട് തെരഞ്ഞെടുത്തു? ഈ 4 നദികളോ നദികളുടെ കൈവഴികളോ ഭാരതം ഒട്ടുക്കെത്തുന്നുണ്ട്. ചുരുക്കം പറഞ്ഞാൽ ഈ ചൈതന്യം ഭാരതത്തിൽ എല്ലായിടത്തും എത്തുന്നു. അതുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ ഇത്രയും ശ്രമിച്ചിട്ടും പിന്നെ ഓടിപ്പോകേണ്ടി വന്നത്. നമ്മളെ കീഴടക്കാൻ സാധിക്കാത്തത് ഈ ഒരു സംസ്കാരം, ചൈതന്യം ഉള്ളത് കൊണ്ടാണ്. അപ്പൊ കുംഭമേള ഹരിദ്വാറിൽ നടന്നാൽ 3 വർഷം കഴിയുമ്പോൾ പ്രയാഗ്രാജിൽ നടക്കും. പിന്നീട് 3 വർഷം കഴിയുമ്പോൾ ഉജ്ജയിനിയില്, 3 വർഷം കഴിയുമ്പോൾ, ഓർഡർ അനുസരിച്ചല്ല ഞാൻ പറയുന്നത്, പിന്നെ 3 വർഷം കഴിയുമ്പോൾ ത്രയംബകേശ്വറിൽ, വീണ്ടും പ്രയാഗ്രാജിൽ വരും. അപ്പൊ എത്രയായി? ഒരു സ്ഥലത്ത് 12 വർഷം കൂടുമ്പോഴാണ് നടക്കുക. 3 വർഷം കൂടുമ്പോൾ ഈ ചൈതന്യ വർധനവ് സംഭവിച്ചുകൊണ്ടിരിക്കും. അതാണ് ക്ഷേത്രത്തിലെ കലശത്തിനുള്ള പ്രാധാന്യം. 12 വർഷം കൂടുമ്പോൾ ക്ഷേത്രത്തിലെ കുംഭാഭിഷേകം കേട്ടിട്ടില്ലേ? ഭഗവത് ചൈതന്യം ധാരാളം കുംഭങ്ങൾ വെച്ച് തിരുമേനിമാരെല്ലാം മന്ത്രം ജപിച്ച് ആ ജലം ഭഗവാൻ അഭിഷേകം ചെയ്യും അല്ലെ. 108 കുടം ശതകലശം ഒക്കെ കേട്ടിട്ടില്ലേ അല്ലെ? 11 കുടം കലശം വളരെ വിശേഷമാണ്. കാരണം എന്താണ്? ഭഗവത് ചൈതന്യം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഇനി ഈ ഗർഭഗ്രഹം, ഭഗവാനെ ഒരു പുനഃപ്രതിഷ്ഠ ചെയ്യണം, അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും റിപ്പയറിംഗ് ഒക്കെ ചെയ്യണമെങ്കിൽ ഈ ചൈതന്യത്തെ എന്ത് ചെയ്യും? വീണ്ടും ഈ ചൈതന്യത്തെ തന്ത്രി ഒരു കുടത്തിലേക്ക് ആവാഹിക്കും, കലശക്കുടത്തിലേക്ക്. എന്നിട്ട് അത് അവിടെ എവിടെയെങ്കിലും മാറ്റിവെക്കും. പിന്നെ അതാണ് ദേവി. പിന്നീട് ഈ ക്ഷേത്രത്തിലെ പണിയെല്ലാം കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഈ കലശത്തിലെ ജലം എന്ത് ചെയ്യും? ആ ശിലയിലേക്ക് ആറാടും. അപ്പൊ വീണ്ടും ആ ശിലയ്ക്ക് ചൈതന്യം വരും. നോക്കൂ, എത്ര മാത്രം ശാസ്ത്രീയമായിട്ടുള്ള രീതിയിലാണ് നമ്മുടെ ആചാര്യന്മാർ കാര്യങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതായത് അവരപ്രസക്തമായ ഒന്നും പറഞ്ഞിട്ടില്ല. പ്യുവർ സയൻസ് ആണ്. നമ്മുടെ ആളുകൾക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ വേണ്ടത് സയൻസിന്റെ രീതിയിൽ മറുപടി പറയണമെന്നാണ്. നമ്മളുടെ ആചാര്യന്മാര് മണ്ടന്മാരല്ല. അവരെ മനസ്സിലാക്കാനുള്ള ബുദ്ധി നമുക്കില്ലാത്തത് കൊണ്ടാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി നമുക്ക് വേണം.